കർഷകനിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതും പ്രതിഫലം അനുവദിക്കുന്നതും വേഗത്തിലാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ആലത്തൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ആലത്തൂർ അകമലക്കുണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമിദുരൈ അയ്യർ ഡാമിൽ ചോർച്ച അനുഭവപ്പെടുന്നതായും ഉദ്യാനം കാടുപിടിച്ച് നശിക്കുന്നതായും ഇതിൽ നടപടി സ്വീകരിക്കണമെന്നും വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കോട്ടായി കുഴൽമന്നം റോഡിൽ വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായും ഈ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ആലത്തൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ KD പ്രസന്നൻ MLA അധ്യക്ഷത വഹിച്ചു. ഈ രണ്ട് പോർഷനുള്ളൂ. നമ്മളിവിടെ തീരുമാനിച്ച് പഞ്ചായത്തുകാർ ചെയ്തിട്ട് ആ ബില്ലാണ് കൊടുത്തിട്ട് കരാറുകാർ പൈസ അവർ കൊടുക്കും. ഒരു വിഷയം വന്നത് കരാറുകാർ ഈ വർക്ക് എടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ടെൻഡർ ചെയ്ത് എങ്കിലും പഞ്ചായത്തിലെ ടെൻഡറാണ്. ഫസ്റ്റ് ടെൻഡർ കഴിഞ്ഞും ആരും എടുക്കില്ല. അതായത് വാട്ടർ അതോറിറ്റിൻ്റെ പൈസ പഞ്ചായത്ത് പൈസയിലാണെങ്കിൽ ഞങ്ങൾ എടുക്കാമെന്നാണ് അവർ പറയുന്നത്. പഞ്ചായത്തല്ല പൈസ കൊടുക്കുന്നത്, പൈസ വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ്റെ. അപ്പോൾ ജലജീവൻ മിഷൻ്റെ പൈസ അവർക്ക് വിശ്വാസം കിട്ടും. അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ടാണ് കിട്ടുന്നത്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ കരാറുകാരും ഇപ്പോൾ എടുത്തിട്ടില്ല. എടുക്കാൻ എല്ലാവരും കൂടി സമ്മർദ്ദം ചെലുത്തണം. നമ്മുടെ പരിചയക്കാരായ കരാറുകാരോട് എടുക്കാൻ പറ്റണം. പൈസ കിട്ടും, പക്ഷേ ജലജീവൻ മിഷൻ്റെയാണ് പൈസ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജനി ബാബു, TK ദേവദാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ A ഷൈനി, A സതീഷ്, മിനി നാരായണൻ, K രാധാകൃഷ്ണൻ MPയുടെ പ്രതിനിധി V പൊന്നുകുട്ടൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. തഹസിൽദാർ K ശരവണൻ സ്വാഗതവും ഡെപ്യൂട്ടി തഹസിൽദാർ KH ജോഷ് നന്ദിയും പറഞ്ഞു.